ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സ്വന്തമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ ബ്ലോഗ് നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, സ്ട്രൈക്കിനെ കുറിച്ചാണ്. പിന്നെ ഞാനിപ്പം എൻ്റെ ചാനലിൽ വീഡിയോ ചെയ്തിട്ട് 2 ദിവസമായി. എനിക്ക് സമയം കിട്ടാറില്ല. ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഞാൻ 2 ദിവസം മുന്നേ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഓൺ ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷനിൽ ഇങ്ങനൊരു മെസ്സേജ് ഒന്ന് കിടക്കുന്നു, നോൺ ഇഷ്യൂ സ്ട്രൈക്ക് നോട്ടിഫിക്കേഷനും പിന്നെ ഒരു ഡേറ്റും കിടക്കുന്നു. അപ്പോൾ നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സിന് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ചാനൽ തുടങ്ങി 1 വർഷം ആയതേ ഉള്ളൂ. ഞാനൊരു 3 വർഷം നിന്ന് സാവധാനം കാര്യങ്ങളൊക്കെ പഠിച്ച് എടുത്തിട്ടാണ്. എനിക്ക് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ തന്നെ അറിയത്തില്ലായിരുന്നു. അതെല്ലാം പഠിച്ച് ചാനലിനെ ഈ യൂട്യൂബിനെ കുറിച്ചെല്ലാം പഠിച്ചതിന് ശേഷമാണ് ഞാൻ ചാനൽ തുടങ്ങിയത് തന്നെ. ഇപ്പോഴും എനിക്ക് കൂടുതൽ വലിയ വിവരമൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും പ്രശ്നം വന്നാലും ടെൻഷനാണ്. എൻ്റെ ചാനലിൽ എന്തെങ്കിലും കോപ്പിറൈറ്റോ സ്ട്രൈക്കോ വരരുതെന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ വല്ല കാര്യമൊന്നും എനിക്ക് ആരെ സമീപിക്കണം എന്നറിയില്ല. കാരണം നമുക്കൊരു ഹെൽപ്പിനായിട്ട് ഇങ്ങനെ ഒരു സംവിധാനം യൂട്യൂബിൽ സെർച്ച് ചെയ്താലും നമുക്ക് കിട്ടും. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിറയെ വീഡിയോസൊക്കെ വരും. ഞാൻ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് പ്രശ്നം വന്നാലും അത് യൂട്യൂബ് ഓൺ ചെയ്തിട്ട് അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തിട്ട് പഠിച്ചാണ് ഒരു കാര്യം ചെയ്യുന്നത്. എന്തായാലും സ്ട്രൈക്ക് ഇങ്ങനെയുള്ള കോപ്പിറൈറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് അപ്പീൽ കൊടുക്കുന്നത് അതെങ്ങനെ സോൾവ് ചെയ്യാതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോൾ ഒരുപാട് പേര് അവരുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് മാസം പൈസ അടച്ചിട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ചാനലൊന്ന് മോണിറ്റൈസ് ആയിക്കോട്ടെ, എന്നിട്ട് ഏതെങ്കിലും നല്ലൊരു ഗ്രൂപ്പിൽ ചേർന്നിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം എന്നുള്ള വിചാരത്തിലാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് നമുക്കിങ്ങനൊരു ഈ സ്ട്രൈക്ക് നോട്ടിഫിക്കേഷൻ വന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മളെപ്പോലുള്ള ഒരു യൂട്യൂബ് ഒന്നും അറിഞ്ഞിട്ട് അതിങ്ങനൊരു സംഭവത്തിലേക്ക് വരുന്ന യൂട്യൂബേഴ്സിന് എന്നെപ്പോലുള്ള കണ്ടൻറ്റേഴ്സിന് ഇങ്ങനെ കാണുമ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഷോക്കാവും. അതുപോലെ തന്നെ എനിക്ക് നല്ല ഷോക്കായി. ഞാനിങ്ങനെ നോക്കിയപ്പം പെട്ടെന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ചാനലിൽ സ്ട്രൈക്ക് കിട്ടിയെന്നാണ്. അപ്പോൾ മുന്നേ ഇങ്ങനെ ഞാൻ സ്ട്രൈക്കിനെ പറ്റി വീഡിയോ കണ്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ 3 വട്ടം സ്ട്രൈക്ക് തരും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ചാനൽ ടെർമിനേറ്റ് ആവും എന്നൊക്കെ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ എനിക്ക് ആരെ വിളിക്കണമെന്ന് എനിക്കറിയാൻ വയ്യ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ, ഇതിനെന്താണ് പരിഹാരം എന്ന് അറിയാൻ വയ്യാതെ ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തു. അതിനു മുന്നേ ഞാൻ ഒരു സംഭവം നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മളത് ഇമെയിൽ ഇതിലോട്ട് പോയി. അതിലെന്തൊക്കെ മെസ്സേജ് കിടക്കുന്നു, സം ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ കുറേ ഇതൊക്കെ ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നു. എനിക്കൊന്നും വായിച്ചിട്ട് മനസ്സിലായില്ല. പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ റിപ്ലൈ ഇങ്ങനെ കിടക്കുന്ന കണ്ടു. അപ്പം നമ്മളും റിപ്ലൈ അയക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ എന്താ പറയുക, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ഞാൻ ഒരു 2-3 വീഡിയോകളൊക്കെ ഇപ്പം ചിലർ പറയുന്നു താങ്ക്സ് ഫോർ ദി ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കൊടുത്തിരിക്കുന്നു. ചിലർ പറഞ്ഞേക്കുന്നത് വാട്ട് വീഡിയോ വൈ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ എൻ്റെ ഏതെങ്കിലും വീഡിയോയ്ക്ക് ആയിരിക്കും സ്ട്രൈക്ക് വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തത്. യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോഴത്തേക്കും ഇപ്പോഴുള്ള ഈ ഒരു സംഭവം കിട്ടിയില്ല. പഴയ ഒരുപാട് സ്ട്രൈക്കിൻ്റെ വീഡിയോകളൊക്കെ ചെയ്തിരിക്കുന്ന ഓരോരുത്തർ. അപ്പോൾ അതിൽ ഞാനിപ്പോൾ എന്ത് ഡൗട്ട് വന്നാലും നോക്കുന്നൊരു ചാനലാണ് യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന് പറയുന്നത്, ഇക്കടത്. ആ ചാനൽ ഒരു 2 വർഷം മുമ്പേ സ്ട്രൈക്കിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരിക്കും. ഞാനത് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ചാനലിൽ സ്ട്രൈക്ക് വരുന്നത് അപകടകരമായിട്ടുള്ള വീഡിയോസുകളൊക്കെ ചെയ്യുന്നതിന്, പിന്നെ യൂട്യൂബിൻ്റെ പോളിസിക്ക് നിരക്കാത്ത വീഡിയോസൊക്കെ ചെയ്യുന്നവർക്കൊക്കെയാണ് സ്ട്രൈക്ക് വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ വീഡിയോയിൽ ഞാൻ അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ അതിൽ പറയുന്ന കുട്ടികളെ വെച്ചിട്ടുള്ള വീഡിയോകൾ, കുട്ടികളെ വെച്ചിട്ട് ഡേഞ്ചർ ആയിട്ടുള്ള ഇങ്ങനെ കത്തിയൊക്കെ വെച്ചിട്ടുള്ളതും പിന്നെ ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ കുട്ടികൾക്ക് അത് ഡേഞ്ചറായി ബാധിക്കുന്ന കണക്കത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ അത് സ്ട്രൈക്കിൽ പെടുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ വിചാരിച്ചു. അപ്പോൾ എൻ്റെ മോനെ കൊണ്ട് ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തായിരുന്നു. ഞാനും ചേട്ടനും മോനൂടെ മാത്തൂർ തൊട്ടിപ്പാലം കാണാൻ പോയൊരു വീഡിയോ ചെയ്യുന്നു. അതിൽ നമ്മളൊരു 6-ൽ കുളിക്കുന്നൊരു ഷോട്ട് എടുത്തായിരുന്നു. അപ്പോഴും അവിടെ വഴുക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ എൻ്റെ മോന് അവിടെ വെള്ളത്തിൽ കളിച്ച് വഴുകിപ്പോയി. അത് അവിടെ പെട്ടെന്ന് ഞാൻ കയറി പിടിച്ചു. അത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ വിചാരിച്ചു ഇനി അതിനങ്ങനാണോ സ്ട്രൈക്ക് വരുന്നത്, അങ്ങനെ ഞാൻ പലതും ചിന്തിച്ചു. മോനെ വെച്ചിട്ട് ഞാൻ ഡേഞ്ചറായിട്ട് എന്തെങ്കിലും ചെയ്തോ, പിന്നെ അവനെ വെച്ചിട്ട് ഞാൻ തുണി ഇടുന്ന വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു. അതിനൊക്കെ സ്ട്രൈക്ക് വരും. എൻ്റെ മണ്ടത്തരം കൊണ്ടിട്ട് ഞാൻ അതിനെ ആലോചിച്ചു. നമുക്കറിയില്ലല്ലോ
അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെന്ന് വെച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ കഷ്ടപ്പെട്ടാണ് ഈ ഒരു ചാനലിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതിൽ നിന്ന് വരുമാനം ഒപ്പിക്കാമെന്നൊക്കെ വിചാരിക്കുന്നത്. എൻ്റെ ചാനൽ ഇതുവരെ മോണിറ്റൈസൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷയിലിരിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നല്ല ഷോക്ക് ആവത്തില്ലയോ. അപ്പം ഞാനെന്താ പറഞ്ഞാൽ ഒരുപാട് വിഷമിച്ചിരുന്നിട്ട് ഞാൻ ചേട്ടനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ചാനലിൽ സ്ട്രൈക്ക് കിട്ടിയെന്ന് തോന്നുന്നു ചേട്ടാ, എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഞാൻ എന്ത് വീഡിയോ ഇട്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം ചേട്ടൻ സമാധാനിപ്പിച്ചാൽ കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നീ ടെൻഷൻ അടിക്കാൻ പറ്റും. ചേട്ടൻ ജോലിയിലായിരുന്നു, ഫോൺ വെച്ച്. പിന്നെ എനിക്ക് സമാധാനമല്ല, ഞാൻ വീണ്ടും വീഡിയോസുകൾ ഞാൻ തപ്പി നോക്കി ഇതിനെ പറ്റി വല്ല വീഡിയോ ഉണ്ടോയെന്ന്. അപ്പോൾ തന്നെ പിറ്റേ ദിവസം രാവിലെ, അന്ന് രാത്രി ഇട്ട വീഡിയോ, അന്ന് രാത്രി തന്നെ ഒരു ചേട്ടൻ വീഡിയോ അതിനെപ്പറ്റി അപ്ലോഡ് ചെയ്തിരിക്കുന്നു. M4Tech എന്നാണ് ആ ചാനലിൻ്റെ പേര്. അപ്പോൾ ആ ചേട്ടനെ രാത്രി തന്നെ മെസ്സേജ് വന്നു. അപ്പോൾ ആ രാത്രി തന്നെ വീഡിയോ ചെയ്തു. ഇങ്ങനെയുള്ള ടെൻഷനുള്ളവർ കുറേ പേര് വിളിക്കുന്നു, അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി വീഡിയോ ചെയ്തതാണ്. ഞാൻ രാവിലെയാണ് ആ വീഡിയോ കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ അത് ഓൺ ചെയ്ത് നോക്കിയപ്പോഴാണ് സമാധാനമായത്. സംഭവം എന്താണെന്ന് വെച്ചാൽ സ്ട്രൈക്കല്ല, അത് നമ്മളെപ്പോലുള്ള അറിഞ്ഞൂടാത്തവർക്ക് ഒരു നോട്ടിഫിക്കേഷനായിട്ട് യൂട്യൂബ് തന്നതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ചാനലിൽ സ്ട്രൈക്ക് ഇട്ടാൽ ചില അറിവില്ലാത്ത ആൾക്കാർ, അത് ഇമെയിൽ ഓപ്പൺ ചെയ്യാൻ അറിയാത്ത ആൾക്കാർ ആ സ്ട്രൈക്ക് നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കാതെ പോകുന്നു. അപ്പോൾ ഇനിയുള്ള സ്ട്രൈക്ക് നോട്ടിഫിക്കേഷനുകൾ നമ്മുടെ യൂട്യൂബിൻ്റെ തന്നെ ഡയറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യും എന്നുള്ള ഒരു മെസ്സേജാണെന്ന് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് സമാധാനം. ഞാൻ പിന്നെ നല്ല കമൻസൊക്കെ ഇട്ടു, ചേട്ടാ താങ്ക്സ്, ഞാൻ ഒരുപാട് ടെൻഷൻ ഇരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ എൻ്റെ ഉദ്ദേശം ഇപ്പം വീഡിയോ ചെയ്യണമെന്ന് വെച്ചത്, എന്താ പറയുക, ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള ഇങ്ങനെയുള്ള സ്ട്രൈക്കുകളോ കോപ്പിറൈറ്റൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും നമ്പറുകൾ അല്ലെങ്കിൽ ആരെങ്കിലും കോണ്ടാക്റ്റ് അറിയാമെങ്കിൽ എനിക്ക് മെസ്സേജ് കമൻസായിട്ട് എനിക്ക് ആ നമ്പറുകൾ തരണം പ്ലീസ്. കാരണം ഞാൻ ഈ യൂട്യൂബേഴ്സ് കോർണർ മലയാളത്തിൽ ഞാനിങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ ചാനലിൽ വാച്ച് ടൈം കൂടാതിരുന്നപ്പോൾ ഞാനിങ്ങനെ ആ സാറിനെ മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ ആ സാറ് എനിക്ക് തിരിച്ച് മെസ്സേജ് അയച്ച് ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കാൻ. അപ്പം ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഒരു റിപ്ലൈ ഇല്ല. ഞാൻ പിന്നെ ഒരുപാട് വട്ടം ട്രൈ ചെയ്ത് റിപ്ലൈ ഇല്ല. അപ്പോൾ അവരൊക്കെ നല്ല ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്, ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ആൾക്കാരുടെ കമൻസുകളും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ് എന്ന് മനസ്സിലായി. അപ്പം നമുക്ക് പെട്ടെന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ, നമ്മുടെ ചാനലിൽ നിന്ന് പ്രശ്നം വന്ന് പെട്ടെന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ആശ്രയിക്കാൻ വേണ്ടി വേഗം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആരെങ്കിലും കോണ്ടാക്റ്റ് നമ്പരോ എല്ലാം അറിയാമെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് എൻ്റെ ഈ വീഡിയോയിൽ കമൻ്റായിട്ട് തരണം പ്ലീസ്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ നോട്ടിഫിക്കേഷൻ മിക്കവരുടെയും ചാനലിൽ വന്ന് കാണും. അപ്പോൾ അങ്ങനെയുള്ളവരും കമൻസിൽ അയക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. നമുക്കിങ്ങനെ പെട്ടെന്നൊരു അത്യാവശ്യം വന്നാൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലും അറിവുണ്ടെങ്കിൽ പ്ലീസ് ദയവേത് എനിക്ക് നമ്പർ തരണം. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല, എല്ലാവരും സുഖമായിരിക്കുന്നു. പിന്നെന്താ, വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ സന്തോഷത്തോടെ വീണ്ടും ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ വേറെ ഒന്നും പറയാനില്ല. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. താങ്ക് യു.